നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 23, 24 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ഏപ്രിൽ 23 വെളുപ്പിന് 12:31 AM മുതൽ ഏപ്രിൽ 25 വെളുപ്പിന് 3:25 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഒരു ദിവസത്തെ മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നവർക്ക് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഒരു 1-2% ഫലപ്രാപ്തി കുറയും ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ. ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല. പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇവ കൊണ്ട് ഞങ്ങൾക്ക് ദക്ഷിണ നൽകുക. ആദ്യം മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് 2025 മെയ് 18 മുതൽ രാഹു 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരും. ഇപ്പോൾ 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ശനിയും 12ാം ഭാവത്തിലാണ്, അതായത് 7 ശനി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു വൈഷമ്യങ്ങളൊക്കെ കാണുമെങ്കിലും മെയ് 18 ശേഷം, മെയ് 18 രാത്രിയിൽ ആണ് സർപ്പം അഥവാ രാഹു മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്ക് മാറുന്നത്. അപ്പോൾ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സർപ്പം അഥവാ രാഹു എത്തുമ്പോൾ തീർച്ചയായിട്ടും പൂർവികരുടെ അനുഗ്രഹങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. പിന്നെ അപ്രതീക്ഷിത ധനലാഭം വിവിധ സ്രോതസ്സിൽ നിന്ന്, അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം. അത് 1.5 വർഷം ഉണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ 12ാം ഭാവത്തിൽ ശുക്രനും ബുധനും നിൽക്കുന്നു. 12ാം ഭാവത്തിൽ ശനിയും രാഹുവും നിൽക്കുന്നു. ശുക്രൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. ഓക്കെ. അതുകൂടാതെ ചന്ദ്രൻ ഇവിടെ കുംഭം രാശിയിലാണ് ഈ ദിവസങ്ങളിൽ നിൽക്കുന്നത്, കുംഭം രാശിയിൽ. അപ്പോൾ അത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. പിന്നെ വ്യാഴം ഇപ്പോൾ 2ാം ഭാവത്തിൽ ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. പക്ഷെ മെയ് 14 രാത്രി വ്യാഴം 3ാം ഭാവത്തിലേക്ക് പോവും. അപ്പം 3ാം ഭാവത്തിൽ വ്യാഴം വലിയ ഗുണങ്ങളൊന്നും തരില്ല. അപ്പോൾ ഒരെണ്ണം പോകുമ്പോൾ ഒരെണ്ണം വരുന്നു, അങ്ങനൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അത് കൂടാതെ ഇവിടെ ഇപ്പോൾ ജന്മത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ അല്പം ദേഹാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടാവാം. പിന്നെ 7 ശനിയാണ്, അതിൻ്റെ വൈഷമ്യങ്ങളുണ്ട്. പിന്നെ സർപ്പം അഥവാ രാഹു ഇപ്പോൾ നിൽക്കുന്നത് 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്താണ്. കഴിഞ്ഞ ഏകദേശം 1.5 വർഷമായിട്ട് അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അല്പം ദേഹാസ്വാസ്ഥ്യം, മനസ്സംഘർഷം, പിന്നെ തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ഇപ്പോഴുണ്ട്. അതുകൂടാതെ ചൊവ്വയും ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുക. കാരണം സൂര്യൻ, ശനി, സർപ്പം, ചൊവ്വ, ഇങ്ങനെ 4 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത് വ്യാഴം, ശിഖി, ചന്ദ്രൻ, ശുക്രൻ ഇവയാണ്. എങ്കിലും ഈ പാപഗ്രഹങ്ങൾ 4 എണ്ണവും പിന്നെ നീചരാശിയിൽ നിൽക്കുന്ന ബുധനും പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ അത്ര നല്ല ദിവസങ്ങളല്ല മേടം രാശിക്ക് ഈ ദിവസങ്ങൾ. പ്രധാനമായിട്ടും തൊഴിൽ പ്രശ്നങ്ങളും ദേഹാസ്വാസ്ഥ്യം അങ്ങനെയൊക്കെയുള്ള വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാവും.
ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതിനെല്ലാം പരിഹാരമാണ്. അത് കവിഞ്ഞുള്ളൊരു പരിഹാരമില്ല. മേടം രാശിക്ക് ബൗദ്ധിക മേഖലയിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ അഗ്നിഭയം ഉണ്ടാവാം ഈ ദിവസങ്ങളിൽ. അപ്പോൾ പൊതുവെ അത്ര നല്ല ദിവസങ്ങളല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത്. എന്തായാലും മെയ് 18 ശേഷം മേടം രാശിക്ക് ഏകദേശം 1.5 വർഷം രാഹു അനുകൂലമാണ്. അത് നിങ്ങൾ പ്രതീക്ഷിക്കുക. അതൊരു നല്ല കാലഘട്ടമാണ്. 1.5 വർഷം നിങ്ങൾക്ക് നല്ല ഒരു അനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലത്തിലേക്ക് വരും, അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഈ 7 ശനിയുടെ ആ കാഠിന്യം കുറച്ച് കുറയുകയും ചെയ്യും. എനിവേ, ഇനി ഇടവൻ രാശിയുടെ കാര്യം പറയാം. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഈ ദിവസങ്ങളിൽ 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അല്പം ഇടിവെട്ട് സൗഭാഗ്യമൊക്കെ ഉള്ള ദിവസങ്ങളാണ്. എങ്കിലും സൂര്യനും വ്യാഴവും പ്രതികൂലമാണ്. സൂര്യൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നു, വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നു. അപ്പോൾ അത് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ അതൊക്കെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും. പിന്നെ വ്യാഴം ജന്മത്തിൽ നിൽക്കുമ്പോൾ ഇച്ചിരി ലൗകിക സുഖങ്ങളൊക്കെ കുറയും. എങ്കിലും 7 ഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ശനി 2.5 വർഷം ഇനി നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ശനിയുടെ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഏർപ്പെടുന്ന ഏത് രംഗത്തും നിങ്ങൾക്ക് വിജയപ്രതീക്ഷ ഉണ്ട്. പിന്നെ ഈ സാങ്കേതിക ആയിട്ടുള്ള കാര്യങ്ങളിൽ മികവ് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുവഴി നേട്ടം ഉണ്ടാവും. പിന്നെ സർപ്പം അഥവാ രാഹു 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്കാണ്. പക്ഷേ അത് ഈ മെയ് 18 മാറും. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തോണം. പിന്നെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ശുക്രനുണ്ട്, ബുധനുണ്ട്. കൂടാതെ ഇവിടെ ചന്ദ്രൻ കർമ്മഭാവത്തിൽ നിൽക്കുകയാണ് ഈ ദിവസങ്ങളിൽ. അപ്പോൾ അതും അനുകൂലമാണ്. പിന്നെ ചൊവ്വ 3ാം ഭാവത്തിൽ നീചരാശിയിലാണെങ്കിലും അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും. പിന്നെ രാഹുകേതുക്കൾ അനുകൂലമായതുകൊണ്ട് ഞങ്ങൾ വെളിച്ചം ചാനൽ പറയുന്നത് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം ഉണ്ടാവുന്നതാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. കാരണം ശുക്രനും ബുധനും അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പൊതുവെ ഇടവൻ രാശിക്ക് അടിപൊളി ദിവസങ്ങളാണ്. അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ശിവക്ഷേത്രങ്ങളിൽ അതുപോലെ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ ഒക്കെ വഴിപാട് നടത്തിയാൽ ഈ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ പരമാവധി നമുക്ക് നേടിയെടുക്കാൻ, ഉറപ്പിക്കാൻ നമുക്ക് കഴിയും. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർതം ആദ്യം 3 പാദം. മിഥുനം രാശിക്ക് വ്യാഴം അനുകൂലമല്ല. അതുപോലെ തന്നെ ശനി കണ്ടകശനിയാണ് 10ാം ഭാവത്തിൽ. അപ്പോൾ അതൊക്കെ പ്രതികൂലമാണ്. എങ്കിലും ഇവർക്ക് 1-2 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ, അതായത് 11ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അതുകൊണ്ട് മേടമാസം മുഴുവൻ മിഥുനം രാശിക്ക്
തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ അനുഭവത്തിൽ വരും. പിന്നെ ബുധനും ഇവിടെ അനുകൂലമാണ്. കർമ്മഭാവത്തിൽ ബുധൻ നീചരാശിയിലാണെങ്കിലും. അപ്പോൾ തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും. അതാണ് പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത്. എങ്കിലും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലങ്ങൾ പറയുന്നുള്ളൂ. കാരണം ഏകദേശം 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു. ശനിയും വ്യാഴവും പ്രതികൂലം, അതേസമയം സൂര്യനും ബുധനും അനുകൂലം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കാര്യം ഉറപ്പിക്കാം, ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ കാണുന്നത്. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ്. എങ്കിലും ചന്ദ്രൻ ഇവിടെ അനുകൂലമല്ല, അഷ്ടമത്തിലാണ് ചന്ദ്രൻ. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് ഉണ്ട്. അത് കൂടാതെ ചൊവ്വ ജന്മത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ചൊവ്വാഴ്ച നിങ്ങൾ മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പിന്നെ ഗുണവർദ്ധനവിന് വേണ്ടി ശിവക്ഷേത്രത്തിൽ, അതായത് പാർവതി സമേതനായ ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും പോവുക. മന്ത്രജപങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗുണവർദ്ധനമുണ്ടാവും. പിന്നെ ഇവിടെ സൂര്യൻ കർമ്മഭാവത്തിൽ നിൽക്കുകയാണ്, 10ാം ഭാവത്തിൽ. അപ്പോൾ തൊഴിൽ ലാഭം ഈ മേടമാസം മുഴുവൻ ഉണ്ടാവും. സന്താന ഗുണം, പിതൃസ്ഥാനിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ, ഇതൊക്കെ ഈ ദിവസങ്ങളിൽ മാത്രമല്ല മേടമാസം മുഴുവൻ കർക്കിടകം രാശിക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ശുക്രനും വ്യാഴവും അനുകൂലം. അപ്പോൾ ബന്ധങ്ങൾ സുദൃഢമാവും, ഊഷ്മളമാവും, എല്ലാ വിധത്തിലുള്ള ബന്ധങ്ങളും. പിന്നെ കേതു അനുകൂലമാണ് 3ാം ഭാവത്തിൽ. അതുകൊണ്ട് തന്നെ സർപ്പവും അനുകൂലമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ അത്യാവശ്യം ഈ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടമുണ്ടാവും. കർക്കിടകം രാശിക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമാണ്. അപ്പോൾ നമുക്ക് ഗുണാധിക്യം ഇവർക്ക് പ്രവചിക്കാം. ഇനി ചിങ്ങം രാശി. മകം, പൂര, ഉത്രം, ആദ്യപാദം. ഇവർ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പരമാവധി സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കുക. പിന്നെ അഗ്നിഭയം ഉണ്ടാവാം. കാരണം ശനി, സർപ്പം, ചൊവ്വ, ഇത് മൂന്ന് പ്രധാനപ്പെട്ട പാവഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. എങ്കിലും അനുകൂലമായിട്ട് ചന്ദ്രൻ, ബുധൻ, ശുക്രൻ ഇവയുണ്ട്. എന്നാലും ഈ പ്രധാനപ്പെട്ട ഈ 3 പാവഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് അഷ്ടമ ശനിയും അഷ്ടമ രാഹുവാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ദേഹാസ്വാസ്ഥ്യം, മനസ്സംഘർഷം ഇവയൊക്കെ ഉണ്ടാവാം. എങ്കിലും ഇവ മറികടക്കാൻ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. അതാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. വഴിപാടുകളൊക്കെ ഈ നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ ചില്ലറ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ എല്ലാ ദിവസവും അമ്പലത്തിൽ പോവുക, അതായത് വെറുതെ ദേവസ്വം ബോർഡിന് കാശ് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് മുടങ്ങാതെ ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ദോഷ സമയങ്ങൾ മറികടക്കാൻ പറ്റും. ചിങ്ങം രാശിക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല ഈ ദിവസങ്ങൾ. ഇനി കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ചന്ദ്രൻ, വ്യാഴം, ചൊവ്വ ഈ 3 ഗ്രഹങ്ങൾ അനുകൂലമാണ്. അതിൽ തന്നെ ചൊവ്വ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം കാണുന്നു. നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇവർക്കത് മറികടക്കാൻ പറ്റും. പിന്നെ ഭാഗ്യസ്ഥാനത്ത് 9ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. അപ്പോൾ
പൊതുവെ ദൈവാധീനമൊക്കെ ഉണ്ടാവുമെങ്കിലും ശനി ഇവർക്ക് അനുകൂലമല്ല. അതുപോലെ തന്നെ അഷ്ടമത്തിലാണ് സൂര്യൻ. അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഈ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ പിതൃസ്ഥാനീയരിൽ നിന്ന് അനുഗ്രഹം കിട്ടാൻ അല്പം താമസിക്കും. സാങ്കേതിക തടസ്സം ഉണ്ടാവാം. പിന്നെ സന്താനങ്ങൾക്ക് അത്യാവശ്യം മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും വ്യാഴത്തിൻ്റെ ഒരു സ്വാധീനം കൊണ്ട് ഇവർക്ക് ഇതൊക്കെ കുറേയൊക്കെ ഒരു പരിധിവരെ മറികടക്കാൻ പറ്റും. വ്യാഴം പക്ഷേ ഒരു കാര്യമുണ്ട്, മെയ് 14 മാറുന്നു, അനുകൂലമല്ലാതാവുന്നു. പ്രതികൂലമെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അനുകൂലമല്ലാതാവുന്നു. അപ്പോൾ മെയ് 14 മുമ്പ് നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇനി തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യം 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും സൂര്യൻ അത്ര അനുകൂലമല്ല, അതുപോലെ വ്യാഴം പ്രതികൂലവുമാണ്. അപ്പോൾ അല്പം ഈ ലൗകിക സുഖങ്ങളിൽ കുറവ് സംഭവിക്കും, തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം. എങ്കിലും ഇവർക്ക് ശനിയുടെ ഒരു വലിയ സപ്പോർട്ട് ഇവർക്ക് ഈ 2.5 വർഷക്കാലം ഉണ്ടാവും. അപ്പോൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ഈ വ്യാഴവും സൂര്യനൊക്കെ ചേർന്ന് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും അവയൊക്കെ മറികടന്ന് നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം ഒരു വിജയസാധ്യത നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ സർപ്പം അഥവാ രാഹു അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അത് മെയ് 18 മാറുമെങ്കിലും അതിനുശേഷവും ഇവർക്ക് അനുകൂലമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. പിന്നെ ചൊവ്വ ഇവർക്ക് നീചരാശിയിലാണെങ്കിലും കർമ്മസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എങ്കിലും അവയൊക്കെ മറികടന്ന് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. പിന്നെ ബൗദ്ധിക മേഖലയിൽ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും, കാരണം ബുധൻ നീചരാശിയിലാണെങ്കിലും അനുകൂലമാണ്. പിന്നെ ശനി, സർപ്പം, ശുക്രൻ ഇത് മൂന്നും ഇവരുടെ 6ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ അത്യാവശ്യം ഈ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടം പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാം, പ്രത്യേകിച്ച് പൂർവിക സ്വത്ത്. സർപ്പം അനുകൂലം, ശനി അനുകൂലം, അതുപോലെ ചൊവ്വ അനുകൂലം. അപ്പോൾ ഇത് മൂന്നും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് പൂർവിക സ്വത്ത് ലഭിക്കാം, അല്ലെങ്കിൽ പൂർവിക ധനം ലഭിക്കാം. അതല്ലെങ്കിൽ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവാം. അപ്പോൾ പൊതുവെ ഇവർക്ക് 4 പാപഗ്രഹങ്ങൾ അനുകൂലമാണ്. ഓക്കെ. പിന്നെ 7ാം ഭാവത്തിൽ സൂര്യൻ അത്ര വലിയ കുഴപ്പമൊന്നും ചെയ്യില്ല, എങ്കിലും അനുകൂലമായിട്ട് പറയാൻ ഒക്കത്തില്ല സൂര്യൻ നിൽക്കുന്നത്. എന്തായാലും ഇവിടെ 4 പാപഗ്രഹങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് പൊതുവെ ഇവർക്ക് ഗുണാധിക്യം ആണെന്ന് തന്നെ പറയാം. എങ്കിലും ചന്ദ്രൻ അനുകൂലമല്ല, ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. പ്രതികൂലമെന്ന് പറയാൻ ഒക്കത്തില്ല. 5ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അത് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കില്ല, എങ്കിലും വലിയ ശല്യം ഉണ്ടാക്കത്തില്ല. എന്തായാലും തുലാം രാശിക്ക് ഞങ്ങൾ ഗുണാധിക്യം പറയുന്നു. 5 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. ഇനി വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്ക് വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് അടിപൊളി ദിവസങ്ങളാണ്, ഇടിവെട്ട് സൗഭാഗ്യങ്ങളാണ്. കാരണം പ്രധാനമായിട്ട് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. ശനി 5ാം ഭാവത്തിൽ വലിയ ഗുണം ചെയ്യില്ല, എങ്കിലും വലിയ ദോഷം ചെയ്യില്ല. അപ്പോൾ അതുകൂടാതെ സർപ്പവും ശുക്രനും ഒക്കെ അനുകൂലമാണ്. അപ്പോൾ 5ാം ഭാവത്തിൽ ഇവരൊക്കെ ഈ 3
സുഹൃത്ത് ഗ്രഹങ്ങൾ, അതായത് ശനി, സർപ്പം, ശുക്രൻ ഇവർ 5ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ പൂർവ്വ പുണ്യ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം ലഭിക്കും, പൂർവിക സ്വത്ത് ലഭിക്കാം, പൂർവിക ധനം ലഭിക്കാം. അതുപോലെ തന്നെ പ്രതികൂലമായിട്ട് ഗ്രഹങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അതൊരു വലിയ നേട്ടമാണ്. ഇവിടെ ഭാഗ്യസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ അത് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. അപ്പം ചുരുക്കത്തിൽ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. അതേസമയം അനുകൂലമായിട്ട് ഏകദേശം 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഏകദേശം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നു വൃശ്ചികം രാശിക്ക് അടിപൊളി ദിവസങ്ങളാണ്. അപ്പോൾ വ്യാഴം മാറുന്ന മെയ് 14 മുമ്പ്, മെയ് 18 സർപ്പവും മാറും. അപ്പോൾ അതും നിങ്ങൾക്ക് അനുകൂലമല്ലാതാവും. അതായത് മെയ് 14 കഴിയാതെ അതിനു മുമ്പായിട്ട് നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നെങ്കിൽ അത് ചെറിയതായാലും വലുതായാലും സംരംഭങ്ങൾ തുടങ്ങുന്നതൊക്കെ ഈ മെയ് 14 മുമ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, വൃശ്ചികം രാശിക്ക് അടിപൊളി അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കണ്ടകശനിയാണ്, വ്യാഴം 6ാം ഭാവത്തിലുമാണ്. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അഗ്നിഭയം പ്രതീക്ഷിക്കാം. തീയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് തകരാറിലാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുക. എങ്കിലും ഇവർക്ക് ചന്ദ്രൻ, ബുധൻ, ശുക്രൻ ഈ ശുഭഗ്രഹങ്ങൾ അനുകൂലമാണ്. പക്ഷേ പ്രതികൂലമായിട്ട് ശനി, വ്യാഴം, ചൊവ്വ ഇത് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമൊന്നും പറയാൻ പറ്റില്ല. അല്പം ദോഷാധിക്യമുള്ള സമയങ്ങളാണ്. കഴിവതും ഇവർ ക്ഷേത്രദർശനം, മന്ത്രജപങ്ങൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ തന്നെ ദാനധർമാദികൾ ഇവയൊക്കെ അനുസരിച്ച് ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ ഈ ദോഷാധിക്യം നമുക്ക് മറികടക്കാൻ പറ്റും. അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മകരം രാശി, ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 3ാം ഭാവത്തിൽ ശനി, സർപ്പം, ശുക്രൻ ഇവ 3ഉം ഒരുമിച്ച് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഒറ്റ വാക്കി പറയാം, അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാം. അതായത് ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ധനം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. പിന്നെ വ്യാഴവും അനുകൂലമാണ്, 5ാം ഭാവത്തിൽ വ്യാഴവും അനുകൂലമാണ്. പക്ഷേ അത് മെയ് 14 അനുകൂലമല്ലാതാവും, പ്രതികൂലമാവും, 6ാം ഭാവത്തിലേക്ക് മാറും. അപ്പോൾ മെയ് 14 മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, രാഹു ഇവർക്ക് പ്രതികൂലമായിട്ട് വരും. പ്രതികൂലമല്ല, ഇപ്പോൾ അതൊക്കെ അനുകൂലമല്ലാതാവും. ഇപ്പോൾ 3ാം ഭാവത്തിൽ അനുകൂലമാണ്. അപ്പോൾ മെയ് 14, 18 തീയതികളിലെ വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെയും രാശിമാറ്റം ഇവർക്ക് അനുകൂലമല്ല. അപ്പോൾ അതുകൊണ്ട് മെയ് 14 മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. പിന്നെ തൽക്കാലം ഇവിടെ വ്യാഴം ഇപ്പോൾ അനുകൂലമാണ്. 5ാം ഭാവത്തിലെ വ്യാഴം, അതുപോലെ തന്നെ ശുക്രനും അനുകൂലമാണ്. അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും, സുദൃഢമാവും. അതുമാത്രമല്ല, ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളുണ്ടാവും. അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത
കുറഞ്ഞ വർഷം നല്ല ആലോചന വരാനും അല്ലെങ്കിൽ പുതിയൊരു ബന്ധം സ്ഥാപിച്ചു കിട്ടാനുമൊക്കെ ഇവർക്ക് സാധ്യത കൂടുതലാണ്. പൊതുവെ മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. അത് മാത്രമല്ല, ഇവർക്ക് പ്രതികൂലമെന്ന് പറയാൻ ഉള്ള ചൊവ്വ 7ാം ഭാവത്തിലാണ് എന്നാൽ തന്നെയും പൊതുവെ കാര്യമായ പ്രതികൂല ഭാവമുള്ള ഗ്രഹങ്ങൾ കുറവാണ്. 5 ഗ്രഹങ്ങൾ, അതും ശനിയും ശുക്രനും സർപ്പവും ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ വളരെ നല്ലതാണ്. മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ്. അതായത് ഞങ്ങൾ ഈ ജ്യോതിഷ ചാനൽ തുടങ്ങുന്ന ആ കാലം തൊട്ട് പൊതുവെ കുംഭൻ രാശിക്ക് മോശപ്പെട്ട കാലമൊക്കെ ആയിരുന്നു. അതൊക്കെ മാറിത്തുടങ്ങി. ഈ ദിവസങ്ങളിൽ ഇവർക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ട്. പ്രതികൂലമായിട്ട് പറയാൻ 7 ശനിയാണ്. ഓക്കെ, ജന്മശനി കഴിഞ്ഞു. 7 ശനി, അതായത് 2ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ അത് പ്രതികൂലമാണ്. പിന്നെ അഷ്ടമത്തിൽ ശിഖി കേതു നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ വാക്കുകളൊക്കെ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, പെശകുകളൊക്കെ വരാം. പിന്നെ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് പ്രധാനമായിട്ടും സൂര്യനും ചൊവ്വയുമാണ്. അപ്പോൾ സൂര്യൻ തൊഴിൽ ലാഭം, തൊഴിൽ നേട്ടം കൊണ്ടുവരും, സന്താന നേട്ടം. അതുകൂടാതെ പിതൃതുല്യരായവരിൽ നിന്ന് അനുഗ്രഹം കിട്ടും സൂര്യൻ അനുകൂലമായിട്ട് വരുമ്പോൾ. അതുകൂടാതെ ചൊവ്വയും അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിൽ നേട്ടം ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ, സൂര്യനും ചൊവ്വയും ഒരുമിച്ച് അനുകൂലമായിട്ട് വരുമ്പോൾ നമുക്ക് പൂർവിക സ്വത്ത് ലഭിക്കാം എന്നൊരു സംഭവമുണ്ട്. കുറഞ്ഞ പക്ഷം പൂർവിക സ്വത്തിൽ നിന്ന്, കൃഷിയിൽ നിന്നെങ്കിലും ആദായം കിട്ടും. അല്പം കൂടിയ അവസ്ഥ, ഒരു ആവറേജ് നിലവാരത്തിൽ നിന്ന് കൂടിയ കൃഷി ആദായവും ഉണ്ടാവും. പിന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ പ്രതീക്ഷിക്കാം. പിന്നെ ശുക്രനും ബുധനും ഒരുപോലെ അനുകൂലമാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ കുംഭൻ രാശിക്ക് ഞങ്ങൾ 7 ശനി ആണെങ്കിലും ഞങ്ങൾ ഗുണാധിക്യം ഉള്ള ദിവസങ്ങളായി പ്രവചിക്കുന്നു. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്തിട്ടാതി രേവതി. ഇവർക്ക് അനുകൂലമായിട്ട്, ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ശുക്രൻ മാത്രമേ ഉള്ളൂ എങ്കിലും പ്രതികൂലമായിട്ട് പറയാൻ ശനിയും സർപ്പവും ലഗ്നത്തിൽ നിൽക്കുന്നു. പക്ഷേ ബാക്കി 6 ഗ്രഹങ്ങൾ ഇവർക്ക് വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല. എങ്കിലും ചന്ദ്രൻ ഇവിടെ 12ാം ഭാവത്തിലാണ്. എങ്കിലും പൊതുവെ ശനിയും സർപ്പവും മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. പക്ഷേ സർപ്പം അഥവാ രാഹു മെയ് 18 ഇവർക്ക് ജന്മത്തിൽ നിന്നും മാറുന്നു. 12ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. അനുകൂലമല്ല, വീണ്ടും ദോഷം ഒക്കെ തന്നെ. എങ്കിലും ജന്മത്തിൽ നിൽക്കുന്ന രാഹുവിനേക്കാൾ ഭേദമാണ്. ഈ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നിൽക്കുകയാണ് ഈ സർപ്പം മെയ് 18 തൊട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് 6ാം ഭാവത്തിൽ ശിഖി അഥവാ കേതു വരും. അത് അനുകൂലമാണ്. ഓക്കെ, അതായത് സർപ്പം അനുകൂലമല്ലെങ്കിലും കേതു അനുകൂലമായിട്ട് വരും മെയ് 18 തൊട്ട്. അപ്പോൾ കാലങ്ങൾ മാറുന്നു. തീർച്ചയായിട്ടും മീനം രാശിക്ക് നല്ല കാലം വരാൻ പോവുകയാണ്. എങ്കിലും ഇപ്പോൾ ശനിയും സർപ്പവും മാത്രമാണ്
ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അത് വലിയ ദോഷമൊക്കെ ചെയ്യും. എങ്കിലും പൊതുവെ ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ അതിൻ്റെ ആ ദോഷാധിക്യമൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും. മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ തന്നെ ദാനധർമാദികൾ ഇവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഈ ദോഷാധിക്യമൊക്കെ മറികടക്കാൻ പറ്റും. മെയ് 18 ശേഷം ഇവർക്ക് കുറച്ച് ഭേദമായിട്ടുള്ള കാലം വരാൻ പോവുകയാണ്. ഇനി നമുക്ക് ഭാഗ്യ നമ്പറുകൾ നോക്കാം. 23/4/2025 9 തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 5, 3, 2, 4 ഇവയും ഭാഗ്യസംഖ്യകളാണ്. അപ്പോൾ ഈ നമ്പറുകളൊക്കെ ഉള്ള ടിക്കറ്റുകളും മറ്റുമൊക്കെ എടുക്കാൻ ശ്രമിക്കുക. 24/4/2025 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 4, 2, 9, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 23-24 തീയതികളിൽ രാവിലെ 4:36 AM മുതൽ രാവിലെ 5:24 AM വരെയാണ് 23-24 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. പിന്നെ അഭിജിത്ത് മുഹൂർത്തം 23-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഇല്ല. 24-ാം തീയതി ഉച്ചയ്ക്ക് 11:55 AM മുതൽ ഉച്ചയ്ക്ക് 12:44 PM വരെയാണ് 24-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി രാഹുകാലം 23-ാം തീയതി ഉച്ചയ്ക്ക് 12:20 PM മുതൽ ഉച്ചയ്ക്ക് 1:52 PM വരെയാണ് 23-ാം തീയതി രാഹുകാലം. 24-ാം തീയതി ഉച്ചയ്ക്ക് 1:52 PM മുതൽ വൈകിട്ട് 3:24 PM വരെയാണ് 24-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ 23-ാം തീയതി ബുധനാഴ്ച പച്ച, 24-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാവരുടെയും ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.